നമ്മളെ മക്കളുടെ കല്യാണത്തിനൊക്കെ ആദ്യം ഗണപതിയുടെ പടം അടിക്കില്ലേ? അതിൻ്റെ അർത്ഥം ഗണപതിയുടെ കല്യാണമാണെന്നല്ലല്ലോ. ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് തർക്കം തീർക്കാനായി വന്ന കോടതി നിയോഗിച്ച് വന്ന ഒരു റിസീവർ മാത്രമാണ് ഇദ്ദേഹം. വഖഫാക്കി എന്ന് പറയുന്നത് വഖഫാക്കാൻ പറ്റൂലല്ലോ. ശരീഅത്ത് നിയമപ്രകാരം വഖഫാക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് എ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് സേട്ട് ഒരു പക്ക ഫ്രോഡ് ആണെന്നാണ് താങ്കൾ നമ്പർ വൺ ഫ്രോഡ്. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥിയായി ചേരുന്നു ശ്രീ സ്റ്റാലിൻ ദേവൻ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം. മുനമ്പത്തെ വിവാദ ഭൂമി ഇഷ്ടദാനമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു. അതേസമയം ഇത് ഇഷ്ടദാനമല്ല, ആര് പറഞ്ഞാലും ഇത് വഖഫ് തന്നെയാണ് എന്ന് യു ഡി എഫിലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ നേതാവ് ശ്രീ കെ എം ഷാജിയും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊരു ഡിബേറ്റ് ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫ് വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? വഖഫ്, മുനമ്പത്തെ ഭൂമി വഖഫാണോ ഇഷ്ടദാനമാണോ? നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ട് വന്ന കഥയുണ്ട്. അതായത് 1902 ഒരു ആയില്യം തിരുനാൾ മഹാരാജാവ് ഒരു സിദ്ദിഖ് സേട്ടുവിന് കുറേ ഏറെ വസ്തുക്കൾ പാട്ടത്തിന് കൊടുത്തിരുന്നു. ഒരു തെളിവും ആരും കാണിച്ചിട്ടില്ല. അതിനുശേഷം പറഞ്ഞത് 1948 അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ എന്ന് പറയുന്നവരുണ്ട്, മകനെന്ന് പറയുന്നവരുണ്ട്, മകളുടെ ഭർത്താവെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സിദ്ദിഖ് സേട്ടുവിന് കൊടുത്തു എന്നും സിദ്ദിഖ് സേട്ടു 1950 ഇത് ഫറൂഖ് കോളേജിന് 1950 നവംബർ മാസം 1-ാം തീയതി ഒരു ആധാരപ്രകാരം അത് സിദ്ദിഖ് സേട്ടു വന്നിട്ട് ഫറൂഖ് കോളേജിന് കൊടുത്തു എന്നുമാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ള കഥ. അതിൽ കുറേ ശരിയുണ്ട്, കുറേ തെറ്റും ഉണ്ട്. ഇതാണ് ആ പ്രമാണം. അപ്പോൾ ഇതൊരു വഖഫാണോ അതോ സെയിൽ ഡീഡാണോ അല്ലെങ്കിൽ ഇഷ്ടദാനമാണോ എന്നുള്ളതൊക്കെ ഇതിലുള്ള വാക്കുകളുടെ ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതുവരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ വി ഡി സതീശൻ പറഞ്ഞത് ശരിയായിരിക്കാം, അല്ലെങ്കിൽ കെ എം ഷാജി പറഞ്ഞതും ശരിയായിരിക്കാം. പക്ഷേ അവരൊക്കെ ഇതിനെ ലീഗലി ഒന്ന് വായിച്ചു മനസ്സിലാക്കി ഇതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പരിശോധിക്കാം, നമ്മളുടെ തലത്തെ പരിശോധിക്കാം. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യം വഖഫിൻ്റെ അർത്ഥം പറഞ്ഞൊരു വീഡിയോ തുടങ്ങിയിരുന്നു. ആ കാലമോ കഴിഞ്ഞു, ഇപ്പോൾ ആൾക്കാരൊക്കെ ഇതൊക്കെ അറിയാം, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ വഖഫ് എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള കുറച്ച് യോഗ്യതകളുണ്ട് ശരീഅത്ത് നിയമപ്രകാരം. ശരി, വഖഫ് ആക്ട് പ്രകാരമല്ല, ശരീഅത്ത് നിയമപ്രകാരം. അതായത് ഹി ഹാസ് ടു ബി എ മുസ്ലിം, ഒരു മുസ്ലിം ആയിരിക്കും, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ആയിരിക്കും. രണ്ടാമത് അദ്ദേഹത്തിന് പ്രായപൂർത്തി ആയിരിക്കണം, കൊച്ചുകുട്ടിക്ക് വന്നിട്ട് വഖഫ് ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത് ആ വ്യക്തി ഇൻസൈൻ ആവാൻ പാടില്ല, നോർമലായിരിക്കണം. അടുത്തത് വന്നിട്ട് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഏതെങ്കിലും പയസ്, ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസിന് വേണ്ടി മാത്രമേ വഖഫ് ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലായി. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 100% ഉടമസ്ഥാവകാശമുള്ള ഒരു വസ്തുവിനെ മാത്രമേ വഖഫാക്കാൻ പറ്റൂ. അതല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും ബാധ്യതയോ കടമോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തതിന് ശേഷം ആ ഒരു കണ്ടീഷൻ മാത്രമേ വഖഫിൽ വയ്ക്കാവൂ. ഉണ്ടാക്കുന്ന ആൾക്ക് എനിക്ക് ഇതിന് ആളുടെ കടമുണ്ട്, അത് തീർത്തതിന് ശേഷം ഇത് വഖഫാവും. വേറെ യാതൊരുവിധ കണ്ടീഷനും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ 1950 നവംബർ മാസം 1-ാം തീയതി സിദ്ദിഖ് സേട്ടുവിന് ആ പ്രമാണത്തിൽ പറയുന്ന വസ്തുക്കളെ വഖഫാക്കാൻ കഴിയുമായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ 1950 ഈ പ്രമാണത്തിൻ്റെ പിറകോട്ടുള്ള ഒരു ചരിത്രത്തിലൂടെ കടന്നുപോയി. അത് രേഖാമൂലമുള്ള രജിസ്റ്റേർഡ് ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി. അല്ല, ഹിയർസേ അല്ല ഞാൻ പറയാൻ പോകും. മനസ്സിലായി. ഓക്കെ, പൂർണ്ണമായും ഫാക്ച്വൽ, ബേസ്ഡ് ഓൺ ദ രജിസ്റ്റേർഡ് ഡോക്യുമെൻറ്റ്സ്. മനസ്സിലായി. അല്ല, ഞാൻ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ഇതുവരെ കേട്ട കഥകളെല്ലാം കേൾവിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ശരി. അപ്പോൾ ഞാൻ നമ്മളെ പ്രേക്ഷകരെയൊക്കെ 1945 കൊണ്ടുപോവുകയാണ്. മനസ്സിലായി. അപ്പോൾ മിക്കവാറും അതിലുള്ള എല്ലാവരും തകഴിയുടെ കയർ വായിച്ചു കാണും. രാജാവ് ക്ലാസിഫർ അയക്കുന്നു, ഇതിനാണ് കണ്ണിക്കാണുന്നവരൊക്കെ പിടിച്ചിട്ട് വസ്തു എഴുതി കൊടുക്കുക, അവൻ്റെ ഇത് കരം പിരിക്കുക, നാട്ടുകാരെല്ലാം ഓടി കാട്ടിൽ ഒളിക്കുക. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഒരു 1/2 സെൻറ്റിന് വേണ്ടി കൊലപാതകം വരെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ 1945 പോകുമ്പോൾ എനിക്കറിയാം, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു സബ് രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിലെ രാജാവായിരുന്നു. കിരീടം വയ്ക്കാത്ത രാജാവ്. അവരൊക്കെ എന്തും ചെയ്യാം, ആൾക്കാർ അജ്ഞരാണ്, എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ.
എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാർ വന്നിട്ട് മെയിൻലി ആധാരം എഴുത്തുകാരാണ്. അവരെ കൊണ്ട് പറയും, കാര്യങ്ങൾ പറയും, അവർ എഴുതി കൊടുക്കും. ചില കേസിലൊക്കെ വന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പം ആധാരം എഴുത്തുകാരുടെ മോനായിരിക്കും വസ്തു പോകണം. അതൊക്കെ പോട്ടെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൊണ്ടുവേണം നമ്മൾ ഈ കഥ കേൾക്കാൻ. 1945 ഈ കച്ചി മേമൻ ആ കുടുംബത്തിലെ മൂസ സെട്ടു എന്ന വ്യക്തി മരണപ്പെടുന്നു. ശരി. അദ്ദേഹമാണ് പണ്ട് നമ്മൾ കേട്ട ഒരു സത്താർ സേട്ടു ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്നൊക്കെ. ആ സത്താർ സേട്ടുവിൻ്റെ മകൻ അബ്ദുൽ കരീം സേട്ടുവിൻ്റെ മകനാണ് ഈ മൂസ. അദ്ദേഹത്തിന് ഉദ്ദേശം അന്ന് 25 വയസ്സായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഏക മകളിന് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പ്രായം 6 വയസ്സായിരുന്നു. ശരി. ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ അതിന് ക്ലാരിഫിക്കേഷൻ ഇല്ല. ഇദ്ദേഹം മരിച്ചതിന് ശേഷം അപ്പോൾ ശരീഅത്ത് നിയമപ്രകാരം വന്നിട്ട് ഈ സുന്നികൾക്ക് വന്നിട്ട് ഈ പിന്തുടർച്ച അവകാശം വരുമ്പോൾ പല പല കാറ്റഗറികളാണ്. ഷെയറേഴ്സ്, റെസിഡ്യൂറീസ്, അങ്ങനെയൊക്കെ ഉള്ള പല പല ഇതിൽ. അപ്പോൾ ഏറ്റവും അടുത്ത ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ആ വ്യക്തിയുടെ ഭാര്യ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ വരും. അതിനുശേഷമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ 1947 ഒരു ഭാഗപത്രം ഉണ്ടാക്കപ്പെടുകയാണ്. അതിൽ കക്ഷികൾ വന്നിട്ട് ഈ 6 വയസ്സുകാരി അന്ന് 8 വയസ്സായി. ആ കക്ഷിക്ക് വേണ്ടി ഒരാളുണ്ട്, ഞാൻ പറയാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ 4 സഹോദരിമാർ എന്നാണ് ആ ഭാഗപത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഭാഗപത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ 4 സഹോദരിമാർ തമ്മിൽ അന്ന് അഞ്ചിക്കൈമൽ കോടതി എന്നാണ് പറയുന്നത്, അന്നത്തെ ഡിസ്ട്രിക്ട് കോടതി. അഞ്ചിക്കൈമൽ കോടതിയിൽ വന്നിട്ട് പിന്നെ കേസുകൾ ഇതേ വസ്തുവിനെ സംബന്ധിച്ചുള്ള അവകാശ തർക്കങ്ങളായിട്ട് കോടതിയിൽ കേസ്. മനസ്സിലായി. അപ്പോൾ കോടതി ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടി, ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളിൻ്റെ പ്രോപ്പർട്ടി ഉദ്ദേശം 1000 ഏക്കറൊക്കെ വരും കേട്ടോ, പലർത്തായിട്ട് കിടക്കുകയാണ് 3 സംസ്ഥാനത്ത്. ട്രാവൻകൂർ, കൊച്ചി, ബ്രിട്ടീഷ് സംസ്ഥാനം എന്നാണ് ആ പ്രമാണങ്ങളിൽ എഴുതി കാണുന്നത്. അപ്പോൾ വന്നിട്ട് ഒരു ഈസാ സേട്ടുവിനെയാണ് ആദ്യം ഒരു റിസീവറായിട്ട് വയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ മൈനറുടെ ഗാർഡിയനായിട്ടും നിയമിക്കുന്നു എന്ന് ആ ഭാഗപത്രത്തിൽ പറയുന്നു. അതിനുള്ള രേഖകളോ ഏത് ഉത്തരവ് പ്രകാരം അങ്ങനെ ഒന്നുമില്ല. അതിനിടയ്ക്ക് തന്നെ ഈസാ സേട്ടു മരിക്കുന്നു. ശരി. അപ്പോഴാണ് കോടതി വീണ്ടും അടുത്ത റിസീവറെയും ഈ കുട്ടിയുടെ ഗാർഡിയനെയും നിയമിക്കുന്നത്. ആ വ്യക്തിയാണ് സിദ്ദിഖ് സേട്ടു. ഈ സിദ്ദിഖ് സേട്ടുവിന് ഈ കുടുംബവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ആരാണ് ആ ഭാഗപത്രത്തിൽ കക്ഷിയാവുന്നതെന്ന് വെച്ചാൽ ഈ സിദ്ദിഖ് സേട്ടു. പിന്നെ 4 സഹോദരിമാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എല്ലാ കക്ഷികളും വരുമ്പോഴില്ലേ, അവകാശികളെല്ലാം വന്നാൽ ഒരു ഭാഗപത്രം എഴുതാൻ പറ്റും. ഇതിൽ വന്നിട്ട് 4 സഹോദരിമാരുടെ പേരെന്ന് പറയുന്നത് ഒന്ന് മറിയം ഭായ്, ജിംബു ഭായ്, ഫാത്തിമ ഭായ് ആൻഡ് റാബു ഭായ്. ഓക്കെ. ഇതിൽ ഈ മറിയം ഭായ് വന്നിട്ട് മധുര ഡിണ്ടിഗലിലായിരുന്നു താമസിച്ചത്. ശരി. അപ്പോൾ ഇവർ 4 പേരും കൂടി 4 പേരും ഈ സിദ്ദിഖ് സേട്ടു, കുട്ടിക്ക് വേണ്ടി സിദ്ദിഖ് സേട്ടുവും കൂടിയാണ് ഭാഗപത്രം. പക്ഷേ ഈ 4 സഹോദരിമാരും അതിൽ ഒപ്പിട്ടിട്ടില്ല. അവർ വന്നിട്ട് ഏജൻറ്റ് മുഖാന്തിരമാണ് ഒപ്പിട്ടിരിക്കുന്നത്. 100 കണക്കിന് വസ്തുക്കളെ സംബന്ധിക്കുന്ന വസ്തുക്കൾ എറണാകുളത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാർ ഏജൻറ്റിനെ വെച്ച് ഒപ്പിട്ടിരിക്കുന്നു. അത് തന്നെ ഒരു ദുരൂഹത. അതാണ് ഞാൻ പറയാം, അതൊരു ദുരൂഹതയാണ്. പിന്നെ ആ ഭാഗപത്രത്തിൽ ഭാര്യ ഉണ്ടോ, അതാണ് ആദ്യത്തെ അവകാശിയാണ്. ഭാര്യ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും പറയാം. ടോട്ടലി സൈലൻ്റാണ്. അതിനൊരു പ്രത്യേക കാരണം ഉണ്ട്, പക്ഷെ അതെനിക്കിവിടെ പറയാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. ബട്ട് ഷീ വാസ് അലൈവ് എന്നുള്ളത് സത്യമാണ്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരും അന്ന് ജീവിച്ചിരുന്നു. മനസ്സിലായി. കരീം സേട്ടു ജീവിച്ചിരുന്നു. ഏക മകളുമുണ്ട്. അപ്പോൾ ഇതിൽ ഭാഗപത്രത്തിൽ യഥാർത്ഥത്തിൽ അവകാശം കിട്ടേണ്ടിയിരുന്ന അച്ഛനമ്മമാരെയും ഭാര്യയും ഒമിറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ പറയുന്നു, അതിലുള്ള ഒരു സഹോദരിക്ക് റാബു ഭായിക്ക് നേരത്തെ തന്നെ ഭാഗം കിട്ടിയെന്ന് പറയുന്നു. അതുകൊണ്ട് അവർ ഇഗ്നോർ ചെയ്യപ്പെട്ടു. അതിനെപ്പറ്റി യാതൊരു ഇതുമില്ല. പക്ഷേ അവർ വന്നിട്ട് അവരുടെ ആ ഭാഗം കിട്ടിയെന്ന് പറയുന്ന വസ്തു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ഭാഗത്തോടെ നടക്കുന്നത് കിട്ടിയെന്ന് പറയുന്ന വസ്തു ഇതിലുള്ള ഫാത്തുമ ഭായി, മറ്റൊരു സിസ്റ്റർ, അവരുടെ ഭർത്താവിന് എഴുതി കൊടുത്തതുകൊണ്ട് അദ്ദേഹവും ഇതിൽ കക്ഷിയാണ്. അപ്പോൾ ഒരു സിസ്റ്ററിന് പകരം അവരുടെ ഭർത്താവാണ്, പിന്നെ മറ്റൊരു ഭർത്താവാണ് അതിൽ കക്ഷിയായിരിക്കുന്നത്.
എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമായൊരു കാര്യം. അന്ന് എയും ബിയും പട്ടി ആ പട്ടികളിലായിട്ട് ഇതിലുള്ള 2 സ്ത്രീകൾക്ക് മാത്രം ഈ 3 സംസ്ഥാനത്ത് കിടന്ന വസ്തുക്കളെ 2ആയിട്ട് ഭാഗിച്ച് ഈ 2 പേർക്ക് കൊടുത്തിരിക്കുക. ശരി. കുട്ടിക്ക് കൊടുക്കണോ, എവിടെയാണ് കൊടുത്തത്, എന്താണ് കൊടുത്തത്, ഈ മൂസ സേട്ടുവിന് എവിടേക്കായിരുന്നു വസ്തുക്കൾ ഉണ്ടായിരുന്നത്, യാതൊരു പരാമർശവുമില്ല. ഈ എൻ്റയർ പ്രോപ്പർട്ടി 2 പട്ടികയായിട്ട് ഈ ജിംബു ഭായിക്കും ഫാത്തിമ ഭായിക്കും കൊടുത്ത് ഭാഗപത്രം എഴുതിയിരിക്കുകയാണ്. ഈ കുട്ടിയുടെ അവകാശത്തിനെ പറ്റിയൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു മൈനറായ ഒരു കുട്ടിയുടെ അവകാശം ഉള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഭാഗപത്രം വേണമെങ്കിൽ ചമയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, നിയമവിരുദ്ധമൊന്നുമല്ല. പക്ഷേ അത് കിട്ടുന്ന ആൾക്ക് ആ വസ്തുവിൽ ഈ കുട്ടി പ്രായപൂർത്തിയാവുന്നത് വരെ ആ കുട്ടിക്ക് ഇതിൽ അവകാശമുണ്ട്. അതിന് കിട്ടേണ്ടത് കിട്ടിയില്ലാത്ത പക്ഷം അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുള്ള പക്ഷം അത് പ്രായപൂർത്തിയായി വിത്തിൻ 3 years 3 വർഷത്തിനകത്ത് അതിന് കോടതിയിൽ പോകാം. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടും. ഈ അവകാശം കിട്ടുന്ന ആളിന് വേണമെങ്കിലും വിൽക്കാം. ഭാവിയിൽ കേസ് കൊടുക്കുമ്പോൾ എതിർകക്ഷിയായിട്ട് ആ വാങ്ങുന്ന കക്ഷിയും കൂടെ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ അവകാശം ലംഘിക്കപ്പെടുന്നേ ഇല്ല. അപ്പോൾ ഈ ഭാഗപത്രം നടന്നപ്പോൾ 8 വയസ്സാണെന്ന് പറഞ്ഞു. അതിനുശേഷം അത് വന്നിട്ട് ഈ എൻ്റെയർ 1000 കണക്കിന് ഏക്കർ വരുന്ന ആ വസ്തുവിൻ്റെ എൻ്റെയർ വിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. തുച്ഛമായ വില. തുച്ഛമായിക്കോട്ടെ, അന്നത്തെ വലിയ വിലയായിരിക്കും, ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ പോയിന്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വന്നിട്ട് ഈ ജിംബു ഭായിക്ക് കിട്ടിയ ഈ 3 ഐറ്റങ്ങൾ 3 ഐറ്റമാണ് അവർ കൊടുത്തത്. അതിൽ ഒരു ഐറ്റമാണ് ഈ മുനമ്പത്തെ വസ്തു ജിംബു ഭായിക്ക്. അപ്പോൾ ജിംബു ഭായി 47 കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് 3 ഐറ്റം കിട്ടി. അതിൽ ഒരു ഐറ്റമായ ഈ മുനമ്പം സിദ്ദിഖ് സേട്ടുവിന് വിലയ്ക്ക് വിൽക്കുന്നു. തീറാധാരം അത് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ വില 1 വർഷം മുമ്പ് 10,000 ടോട്ടൽ എക്സ്റ്റെൻറ്റ്. ഓക്കെ. അതിൽ ഇവർക്ക് കിട്ടിയതിൻ്റെ 3 ഐറ്റമിൽ ഒരു ഭാഗത്തിന് മാത്രം വില 5,200 രൂപ. ഓക്കെ. അപ്പോൾ ഇത് സിദ്ദിഖ് സേട്ടുവിന് കിട്ടും. ശരി. അതിൽ ഒരു പട്ടയം എന്നെഴുതി, പട്ടയം നമ്പറുണ്ട് 2431, വർഷമില്ല. മനസ്സിലായില്ലേ? പട്ടയം എന്ന് വെച്ചാൽ ഒരു വർഷത്തോടു കൂടിയാണ് പട്ടയം സാധാരണ. ഇന്ന വർഷത്തെ പട്ടയം, ഒരു പട്ടയം അതിലുണ്ട്. അപ്പോൾ സിദ്ദിഖ് സേട്ടുവിൻ്റെ കയ്യിൽ ഈ വസ്തു കിട്ടി. ഈ കുട്ടിയുടെ അവകാശം അപ്പോഴും ഉണ്ടെന്ന് അന്വേഷിച്ച് സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. കുട്ടി മൈനറാണ്. ഇപ്പം സിദ്ദിഖ് സേട്ടുവിൻ്റെ കൈ കിട്ടിയപ്പോൾ സിദ്ദിഖ് സേട്ടുവും ലയബിളാണ്, ആൻസറബിൾ. ഈ കുട്ടി പ്രായപൂർത്തിയായി അത് കേസുമായിട്ട് വരികയാണെങ്കിൽ ഹി വാസ് ബൗണ്ട് ടു ആൻസർ. അങ്ങനെ ഇരിക്കുകയാണ് 1950 ഇദ്ദേഹം ഈ പ്രമാണം, വി.ഡി. സതീശൻ പറയുന്ന പ്രമാണമായാലും ഷാജി സാർ ആര് പറയുന്ന പ്രമാണമായി ഈ പ്രമാണം എഴുതിയത്. ശരി. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു വിലയാധാരം എഴുതായിരുന്നു ഫറൂഖ് കോളേജിന്. ശരി. ഒരു കുഴപ്പമില്ല, നിയമവിരുദ്ധത ഒന്നും ഇല്ല. ഓക്കെ. ഇഷ്ടദാനവും കൊടുക്കായിരുന്നു, അതും ചെയ്യാം. ഈ കുട്ടിക്ക് ഭാവിയിൽ അങ്ങനെ കംപ്ലൈൻ്റ് ഉള്ള പക്ഷം ഫറൂഖ് കോളേജിനെ കൂടെ കക്ഷി ചേർത്താൽ മതി. മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, വാക്കഫി എന്ന് പറഞ്ഞാൽ വഖഫ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ആളിൻ്റെ ക്വാളിഫിക്കേഷൻ വച്ചിട്ട് വഖഫ് ഉണ്ടാകാൻ കഴിയുമായിരുന്നു. സ്വന്തം വസ്തു ആയിരിക്കണ്ടേ? 100% അതുമല്ല, ഈ വസ്തു വഖഫാക്കിയാൽ തിരിച്ചു വരില്ലല്ലോ. എന്നേക്കും അള്ളാഹുവിൽ കൊടുക്കുകയാണ്. ഈ കുട്ടി എന്ത് ചെയ്യും? പ്രായപൂർത്തിയായതിന് കംപ്ലൈൻ്റ് ഉള്ള പക്ഷം കുട്ടി വഴിയാധാരമാവണ്ടേ? ആവില്ല, കൊടുക്കാൻ പറ്റില്ല. അവിടെയാണ് പറഞ്ഞത് വഖഫാണോ ഇഷ്ടദാനമാണോ വിലയാധാരമാണോ എന്നുള്ള പ്രസക്തമായ പോയിന്റ് അവിടെയാണ് വരുന്നത്. സിദ്ദിഖ് സേട്ടുവിന് ഇഫ് ഹി വാസ് നോട്ട് ക്വാളിഫൈഡ് ടു ക്രിയേറ്റ് എ വഖഫ്, അങ്ങേരക്ക് ഒരു വഖഫ് ഉണ്ടാക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ വഖഫ് ഉണ്ടാക്കാൻ പറ്റും? ഒരു കുടുംബത്തിൻ്റെ സ്വത്ത് തർക്കം തീർക്കാനായി വന്ന, കോടതി നിയോഗിച്ച് വന്ന ഒരു റിസീവർ മാത്രമാണ് ഇദ്ദേഹം. അതെ, അദ്ദേഹം കാര്യക്രമങ്ങൾ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തീർപ്പാക്കി. പക്ഷെ പിന്നീട് ഏതോ ഒരു സാഹചര്യത്തിൽ ഈ തീർപ്പാക്കിയ വസ്തുവിൽ ഒരു വിഹിതം അദ്ദേഹത്തിന് തന്നെ തിരികെ വരുന്നു. അദ്ദേഹം അത് ആ കുട്ടിയുടെ അവകാശം മറച്ചു വെച്ചുകൊണ്ട് ഇത് വഖഫാക്കി എന്ന് പറയുന്നത്. വഖഫാക്കാൻ പറ്റില്ലല്ലോ, ശരീഅത്ത് നിയമപ്രകാരം വഖഫാക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് എ പോയിന്റ്. പറ്റില്ല. അപ്പോൾ അവിടെ അതിൽ ഇത് വഖഫ് അല്ല എന്നുള്ളത് അവിടെ സമ്മതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖ് സേട്ട് ഒരു പക്ക ഫ്രോഡാണെന്നാണ് നമ്പർ 1 ഫ്രോഡാണ്. കാരണം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ജിംബു ഭായിക്ക് കൊടുത്തില്ലേ,
ജിംബുഭായി ഇദ്ദേഹത്തിന് വിലയാധാരം കൊടുത്തല്ലോ. അപ്പം അതിൻ്റെ വസ്തു എലികയിൽ വായിക്കാൻ വലിയ ബുദ്ധിമുട്ട്. എലികയിൽ പോയിട്ട് ജിംബുഭായി പറയുന്നു, ഈ വസ്തുക്കൾ നിങ്ങളുടെ ഭാര്യയായ ജിംബുഭായിയുടെ വസ്തുവിൻ്റെ കിഴക്ക് വശത്താണ്. ആരുടെ? സിദ്ദിഖ് സേട്ടിന് വിൽക്കുന്ന സമയത്ത് എലിക അതിന്റെ അതിർത്തി പറയുന്നു, ഈ കൊടുക്കുന്ന ജിംബുഭായി പറയുന്നു, ഇത് നിങ്ങളുടെ ഭാര്യ ജിംബുഭായിയുടെ വസ്തുവിന്റെ കിഴക്ക് വശത്താണ്. അപ്പൊ നിങ്ങളുടെ ഭാര്യയായ ജിംബുഭായി തന്നെയാണോ ഈ ഭാര്യ? അല്ലല്ല, ചിലപ്പോൾ കുട്ടിയുടെ വസ്തുവായിരിക്കും എഴുതി മാറ്റിയിട്ട് ഈ സ്വന്തം ഭാര്യയായ ജിംബുഭായിക്ക് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ ഈ ജിംബുഭായി? അദ്ദേഹത്തിന്റെ ഭാര്യ അല്ല, രണ്ട് ജിംബുഭായി തന്നെയാണ്. ഓക്കെ. ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ഭാര്യയുടെ പേര് ജിംബുഭായി ആയിരുന്നു. അപ്പൊ എങ്ങനെ മുനമ്പത്ത് ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ഭാര്യയ്ക്ക് ഇതേ ജിംബുഭായിയുടെ പിന്നെ പടിഞ്ഞാറ് വശത്തായിട്ട് വസ്തു വന്നു? കുട്ടിയുടെ വസ്തു എവിടെ? ഇതൊക്കെ രേഖാമൂലമാണ് ഈ വഖഫ് ബോർഡ് നമുക്ക് ആൻസർ തരേണ്ടത്. KM ഷാജിയോ VD സതീശനോ അല്ല. അവരെല്ലാവരും ഈ വസ്തു ക്ലെയിം ചെയ്തേക്കുന്നത്. ക്ലെയിം ചെയ്തിരിക്കുന്ന ആരാണ്? വഖഫ് ബോർഡ്. അപ്പോൾ വഖഫ് ബോർഡ് ഇതിന് ആൻസർ തരണം. സാങ്കേതികമായി താങ്കൾ പറയുന്നത് അംഗീകരിക്കുന്നു. നിയമപരമായി ഇദ്ദേഹത്തിന് പൂർണ്ണ അധികാരമില്ലാത്ത, അദ്ദേഹത്തിന് നല്ല XYZ ആരായാലും പൂർണ്ണ അധികാരമില്ലാത്തൊരു പ്രോപ്പർട്ടി ആർക്കും വഖഫ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ കുട്ടിയുടെ അവകാശം മറച്ചു വെച്ചുകൊണ്ട് ഇദ്ദേഹം വഖഫ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. വിലയാധാരം നടത്തി എന്നുള്ളത് സാങ്കേതികമായി താങ്കൾ പറയുന്നു. ഞാനല്ലേ പറഞ്ഞു, AK ജലീൽ സാർ പണ്ട് പിന്നെ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരുന്ന സാറ് പറഞ്ഞു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന വിവാദങ്ങൾക്ക് ആധാരമായ ഈ പ്രമാണത്തിനകത്ത് 3 വഖഫ് ആണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ സാങ്കേതികമായി ഇത് വഖഫ് അല്ല എന്ന് പൂർണ്ണമായി എങ്ങനെ തള്ളാൻ സാധിക്കും? ഫസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്, അവകാശമില്ലാത്തൊരു സാധനത്തിന് ഒരുത്തർക്കും വഖഫ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ കഥ ഇതുവരെയും വെളിച്ചത്ത് വന്നില്ലായിരുന്നല്ലോ. ആ കഥ ഇനിയും അന്വേഷിച്ച് പൂർത്തിയാക്കപ്പെടാത്ത ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ. ഇത് മാത്രം വെച്ച് ഇത് മാത്രം മതിയല്ലോ, ഇത് മാത്രം പോരെ. ഇനി അല്ലാതെ നമ്മൾ കണിയന്റെ അടുക്ക പോയിട്ട് അല്ലെങ്കിൽ ജോൽസിന്റെ അടുക്ക പോയി കബഡി സ്ഥലത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു രേഖ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡോക്യുമെന്റ്സ് ആണ്. കുട്ടിയുടെ അവകാശം മറച്ചു വെച്ചുകൊണ്ട് വഖഫ് എന്നുള്ള വ്യാജേന അദ്ദേഹം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ താല്പര്യം എന്തായിരിക്കാം? ഈ സാധനം വഖഫ് അല്ലാണ്ട് മറ്റേതെങ്കിലും രീതിയിൽ കൈമാറ്റം ചെയ്താൽ നാളെ ഇത് കൈമോശം വന്നു പോകും എന്നുള്ള ഒരു അഡ്വാൻസ്ഡ് ബുദ്ധിയാണോ ഈ വഖഫ് എന്നുള്ളൊരു ഒരു സൂത്രപ്പണി അദ്ദേഹത്തിന് തോന്നാൻ കാരണം? അതായത് വഖഫ് ആക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ബിക്കോസ് ഇതിനൊരു കുട്ടിക്ക് അവകാശമുണ്ട്. അത് അറിഞ്ഞിട്ടും അദ്ദേഹം വഖഫ് എന്ന പേരിലാണ് ഇത് എഴുതി വെച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോ വികാരം വഖഫ് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലാണ് അദ്ദേഹം ഇത് കൈമാറ്റം ചെയ്താൽ ഇത് നാളെ ഈ കുട്ടി വന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഭൂമി നഷ്ടമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ വഖഫിൻ്റെ മറ പിടിച്ചുകൊണ്ടുള്ള ഒരു ഇടപാട് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ബുദ്ധിമാനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയി കാണും. നമ്മൾ ശ്രദ്ധ ഈ AK ജലീൽ സാറ് 48 മുതൽ ഇതിൻ്റെ ഫറൂഖ് കോളേജിൻ്റെ ആരംഭം മുതൽ അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പാളായിരുന്നു, വന്നിട്ട് ഭാവിയിൽ വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാണ് അതിൻ്റെ പേര്. അതിൽ അദ്ദേഹം പറയുന്നു, അന്ന് നിഷ്കളങ്കമായി പറഞ്ഞാണ്, അന്ന് ഈ വഖഫ് ഇഷ്യൂവും മുൻപോ ഒന്നും പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ എൻ്റെ ആരംഭകാലത്ത് ഞങ്ങൾ 1 ലക്ഷം രൂപ സിദ്ദിഖ് സേട്ടുവിന് കൊടുത്തിട്ട് വാങ്ങിയ വസ്തുവാണ് മുൻപത്തതെന്ന് അതിൽ പറയുന്നുണ്ട്. വാങ്ങിയതാണെന്ന് വാങ്ങി അത് അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി എനിക്കറിയില്ല. അതിൻ്റെ രേഖകൾ കാണും, അത് വേണ്ട ആൾക്കാർ പരിശോധിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ പ്രമാണത്തിലും 1 ലക്ഷം രൂപ വില വരുന്ന വസ്തുവെന്ന് സിദ്ദിഖ് സേട്ടു പറയുന്നുണ്ട്. നമ്മൾ നോക്കണം, 48-ൽ 5200 രൂപയ്ക്ക് വാങ്ങിച്ച വസ്തുവിനെയാണ് ജസ്റ്റ് 2 വർഷം കഴിഞ്ഞപ്പം 1 ലക്ഷം രൂപയ്ക്ക് വിറ്റത്. മനസ്സിലായില്ലേ? ഒന്നുമല്ലെങ്കിൽ അദ്ദേഹം നല്ല ഒരു വിശ്വാസിയായിരുന്നെങ്കിൽ ഈ 1 ലക്ഷത്തിന് പകരം അവിടെ 6000 എന്നെഴുതിയ നമുക്ക് സമ്മതിക്കാം. വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നത് ഒരു തെറ്റാണ്. അതല്ലേ ഇത്ര രൂപ? 5200 എങ്ങനെ 1 ലക്ഷമായി? 2 വർഷം കൊണ്ട്. അപ്പോൾ അത് 20 ഇരട്ടിയോളം വർദ്ധിച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ ഏത് പ്രമാണം എടുത്തു നോക്കിയാലും, ഇപ്പം VD സതീശൻ സാർ എഴുതുന്ന പ്രമാണമായാലും ശരി, ഷാജി സാർ എഴുതുന്ന പ്രമാണമായാലും അതിലെഴുതും ഈ വസ്തുക്കളെ ഞാൻ ഒരു ബാധ്യതയിലും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു. അങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ തെളിഞ്ഞാൽ നമ്മളെ വസ്തുക്കൾ അതിന് ബാക്കിയുള്ള ഇത് അതിന് ഈടായിട്ട് പ്രമാണങ്ങളിൽ പറയും. ഈ മിടുക്കനായ സിദ്ദിഖ് സേട്ടു ആ ഒരു സെൻറ്റൻസ് ഈ പ്രമാണത്തിൽ പറഞ്ഞിട്ടില്ല. ഇവരെല്ലാവരും അപ്പോൾ ഇത് ആസൂത്രിതമായി ആസൂത്രണം ചെയ്തത് ഭയങ്കരമായ രീതിയിൽ. ഈ കുട്ടി അതിന് കൊടുത്തോ, ഡിണ്ടിഗലുണ്ടായിരുന്ന സിസ്റ്ററിന് വല്ലതും കിട്ടിയോ, ഇതൊന്നും നമുക്ക് അറിയാം. മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മൾ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ്
ഈ പ്രമാണം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രമാണം വായിക്കുന്ന നമ്മൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഉദ്ദേശം എത്ര വയസ്സ് വരും? അനീഷിൻ്റെ മനസ്സിൽ ഒരു ആത്മശാന്തിയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായം. 25-30 വയസ്സിലൊന്നും ആരും ആത്മശാന്തിയെ കുറിച്ച് 70-70 60 എനിക്ക് 60-70 വയസ്സിൽ 44-ാമത്തെ വയസ്സിൽ ആത്മശാന്തിയെ പറ്റി ആരെങ്കിലും ചിന്തിക്കും? ചിന്തിച്ചു കൂടായികയില്ല. അത് ചിന്തിക്കാം, നോർമൽ കോഴ്സിൽ. ഞാൻ പറയും 18 വയസ്സ് കഴിഞ്ഞ് ചിന്തിക്കാം. ഈ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പക്ഷേ എന്നാലും നമ്മളല്ലാതെ നമ്മൾ കോമൺ സെൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ വഖഫ് എന്ന് എഴുതുന്നു. അപ്പോൾ എല്ലാവരും ഇതെടുത്ത് വെച്ച് പിടിച്ചു സംസാരിക്കുന്നത് തുടങ്ങുന്നത് പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ തിരുനാമത്തിൽ. അപ്പോൾ നമ്മളെ മക്കളുടെ കല്യാണത്തിനൊക്കെ ആദ്യം ഗണപതിയുടെ പടം അടിക്കില്ലേ? അതിൻ്റെ അർത്ഥം ഗണപതിയുടെ കല്യാണമാണെന്നല്ലല്ലോ. നമ്മൾ ദൈവത്തിനെ സാക്ഷി നിർത്തി ഒരു കാര്യം ചെയ്യുന്നു. അതുപോലെ ഇതാണ് ഈ നാമത്തിനെ എടുത്ത് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് ആർക്കാണ് കൊടുക്കുന്നത്? ഒരിടത്ത് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയാണെന്നല്ല പറയും. അടുത്തത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രമാണം വരെ ജിംബുബായിയുടെ കയ്യിൽ വരുന്നതിൻ്റെ പട്ടയം എഴുതിയിരിക്കുന്നത് 234 എന്നാണ്. ഇവിടെ പറയുന്നത് 56-ാം നമ്പർ പട്ടയത്തിൽ കൂടി ചേർത്ത് കരം ചേർക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് സ്വന്തമായിട്ടൊരു പട്ടയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മറ്റൊരു പട്ടയത്തിൽ കൂടി അറ്റാച്ച് ചെയ്ത് വിട്ടു. ചേർത്തു. പിന്നെ പറയുന്നു ഇതിൽ മുന്നാധാരം ജിംബുബായി കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് മറ്റു വസ്തുക്കളെയും കൂടി ഉൾപ്പെട്ടതായിരുന്നു. ജിംബുബായി എഴുതി കൊടുത്തത് ഒരു പർട്ടിക്കുലർ വസ്തു മാത്രമാണ്. അത് മറ്റ് ആധാരങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പർട്ടിക്കുലർ വസ്തുവിന് എഴുതി കൊടുത്തു, ആ തീറാധാരത്തിൽ ആ വസ്തു മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇദ്ദേഹം പറയുന്നു അത് ഞാൻ തരുന്നില്ല, കാരണം അത് മറ്റു വസ്തുക്കളെ കൂടി ബന്ധപ്പെട്ട വസ്തു. അതെങ്ങനെ ശരിയാവും? എങ്ങനെയായാലും ഒരു അറ്റാച്ച്മെന്റ് അതുമായിട്ട് ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഈ നാടിനെ കലുഷിതമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഷാജി സാറും VD സതീശൻ സാറും അവരെന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോയി പറഞ്ഞു കൊടുക്കാം. അവർക്കൊന്നും സമയം കിട്ടത്തില്ല ഇപ്പോൾ ഈ കഥകളൊക്കെ പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഈ മൈക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും വിഡിത്തങ്ങൾ വിളിച്ച് പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമ്മളിത് പഠിക്കണം. താങ്കൾ ഈ പറയുന്ന വസ്തുതകൾ അംഗീകരിക്കുമ്പോഴും പരവൂർ മുൻസിഫ് കോടതി ഈ മുനമ്പത്തെ വിവാദ ഭൂമി വഖഫാണ് എന്ന തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയതായി കേൾക്കുന്നു, അല്ലെങ്കിൽ ആ വാദഗതി ഉന്നയിക്കുന്നു. ശരിയാണോ? ചരിത്രത്തിൽ ഇതുവരെയും ഒരു കോടതിയും ഇതൊരു വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഒരു സിവിൽ കേസിൽ ഒരു വഖഫാണെന്ന് പറയണമെങ്കിൽ ഇത് വഖഫാണോ അല്ലയോ എന്നൊരു ഇഷ്യൂ കോടതി ഫ്രെയിം ചെയ്യണം. അപ്പോൾ നമ്മൾ വന്നിട്ട് വാദിയും പ്രതിയും ഒരു കേസിൽ പലതും പറയും. അത് കോടതി അതൊക്കെ അതുപോലെ പറഞ്ഞു പോണതിൻ്റെ ഇടയ്ക്ക് ഈ വാദിയോ പ്രതിയോ പറയുന്ന വാചകങ്ങളെ എടുത്തു വെച്ച് വിധിയായിട്ട് പറയാൻ പാടില്ല. അപ്പോൾ അന്നത്തെ ഫറൂഖ് കോളേജ് ഈ അവിടെ ജീവിച്ചിരുന്ന കുറച്ച് പേര് അവരുടെ പ്രോപ്പർട്ടി എൻക്രോച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ ഇഞ്ചക്ഷൻ സൂട്ടായിരുന്നു, അല്ല ടൈറ്റിൽ സൂട്ട് അല്ലായിരുന്നു, ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോൾ അത് പരിഗണിച്ച കോടതി പറഞ്ഞു ഇത് നിങ്ങൾ താമസിക്കുന്ന വസ്തു ഈ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്ത വസ്തുവിലാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ദം എന്നാണ് പറഞ്ഞത്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല ഈ വസ്തു, ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. അല്ല, കോടതി പറഞ്ഞു നിങ്ങൾ ആ ഫറൂഖ് കോളേജിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് താമസിക്കുന്നത്. ഫറൂഖ് കോള കേസ് എന്താ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ വസ്തുവാണ്, വഖഫ് എന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ പിന്നെ ബിലോങ്ങിങ് ടു അസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ അവർ പൊസഷൻ എന്നും പറഞ്ഞാണ് കേസ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് ഹൈക്കോടതിയിൽ പോയി ഭാവിയിൽ അപ്പീൽ. അപ്പോൾ ഹൈക്കോടതി എന്താ പറയുന്നത് അറിയാം? അവിടെ പറഞ്ഞിട്ട് അവിടെയും ഈ അവിടെ താമസിച്ചിരുന്ന ആൾക്കാരൊന്നും അപ്പീൽ കൊടുത്തു. അവരുടെ മെയിൻ ഭാഗം എന്താണ്? ഈ സിദ്ദിഖ് സേട്ടു അദ്ദേഹത്തിൻ്റേതല്ലാത്ത വസ്തുക്കൾ കൂടി അതിൽ ചേർത്തു, ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു സിദ്ദിഖ് സേട്ടു ഹൂ വാണ്ടഡ് ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ ഫറൂഖ് കോളേജ്, നോട്ട് ടു ദ അള്ളാഹ്ക്കല്ല, wanted to make a generous gift to Farooq College. We are also of the opinion that Siddiq Setu who wanted to make a generous gift to the Farooq College എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതും അവരുടെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ട്രിബ്യൂണലിന് മുമ്പേ, വെദർ ഇറ്റ് ഈസ് എ വഖഫ് ഓർ ഇനിയും ഒരു തീർപ്പ് ആകേണ്ടിയിരിക്കുന്നു. ആകില്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇനിയാണ് ഒരു തീരുമാനം ആകേണ്ടിയിരിക്കുന്നത്. മനസ്സിലായി. അവസാനമായിട്ട് ഒരു ചോദ്യം. ഇവിടെ നീതി പുലരണം എന്നുള്ളതാണ് എല്ലാവരുടെ ആവശ്യം. നീതി പുലരുമെങ്കിൽ അതെങ്ങനെ, അത് പറഞ്ഞ് അവസാനിപ്പിക്കും. ഞാൻ ആ വിഷയം ഈ രേഖകളുടെ വെളിച്ചത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളിത് പഠിക്കണം, മുസ്ലിം സമൂഹം ഇത് പഠിക്കണം, ഈ പ്രമാണം പഠിക്കണം. ഈ പ്രമാണം പഠിച്ചിട്ട്
ഇതൊരു വഖഫാണോ അല്ലയോ എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി അവർ തീരുമാനിക്കണം. മനസ്സിലായി. എങ്കിൽ ഈ പ്രശ്നത്തിന് എന്നേക്കുമായിട്ടൊരു പരിഹാരം. എൻ്റെ ഇതിൽ ഇതൊരു വഖഫല്ല, വഖഫാക്കാൻ വാക്കിഫായിരുന്ന എന്ന് പറയുന്ന ഈ സിദ്ദീഖ് സേട്ടുവിന് നിയമപരമായ ശരീഅത്ത് നിയമപ്രകാരമുള്ള നിയമപ്രകാരം യാതൊരു അധികാരമോ അവകാശമോ ഇല്ലായിരുന്നു. അതിനെ സപ്പോർട്ട് ചെയ്താൽ അത് അവരെ സംബന്ധിച്ചൊരു മതനിന്ദയായിപ്പോകും. കാരണം അത് അള്ളാഹുവിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. നന്ദി.